വരുന്നുണ്ട്, നീ എന്നെ ചോദിച്ചോ? വേണ്ട, കുറുപ്പേട്ടൻ തന്നെ ചോദിച്ചാൽ മതി. ഇവനെന്തോ ചോദിക്കാനുണ്ടെന്ന്. സാർ. എന്താ? കുറച്ച് ലീവ് കിട്ടിയാ കൊള്ളാന്ന്. എന്തിനാ? നാട്ടിലേക്കൊന്ന് പോണെന്നല്ലേ? അവന് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് താനാണല്ലോ ചോദിക്കുന്നത്. ഒരു കല്യാണക്കാരിയോ? നീ എന്താ കല്യാണം കഴിക്കാൻ പോകുന്നു? അതല്ല, പെങ്ങളുടെ കല്യാണക്കാരിയാ. അതിന്റെ പേരില് അവിടെ എന്തൊക്കെയോ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ, കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ തകരാറിലൊക്കെ ഉണ്ടായെന്ന് വരും. അതിനിപ്പോ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവിടെ പോയി കൂടുതൽ തകരാറുണ്ടാക്കാനോ? അല്ല, അമ്മ വേഗം ഒന്ന് അത്രയിടം വരെ ചെല്ലണമെന്ന് പറഞ്ഞു. ഓഫീസിൽ ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തേക്ക്. അറിഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം കാശ്മീരിൽ പോയ നമ്മുടെ പ്ലാറ്റൂൺ പകുതിയും ഒരു ബോംബ് എക്സ്പ്ലോഷനിൽ മരിച്ചു. അതെങ്ങനെ? നേരിട്ടുള്ള യുദ്ധമല്ലല്ലോ, ഗറില്ല വാറിലെ അവിടെ നടക്കുന്നത്. തിരിച്ചു വന്നാ ഭാഗ്യം. സർ, എന്റെ ലീവ് ആപ്ലിക്കേഷനാ. വർമ്മ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ നോക്കാം. ഓഫീസിൽ കണ്ടില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചു എവിടെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും. മനസ്സിനൊരു സുഖമില്ല. എനിക്കറിയാം. ഞാനൊരു കാര്യം പറഞ്ഞ രവി കേൾക്കൂ. താനൊരു 2-3 മാസം ഇവിടെ നിന്ന് മാറി നിൽക്കും. എങ്ങോട്ട്? പഴയ ഓർമ്മകളൊന്നും മനസ്സിനെ അലട്ടാത്ത എങ്ങോട്ടെങ്കിലും. ഞാനിത് ആലോചിക്കാഞ്ഞിട്ടല്ല. കോലോത്തി എന്ന അമ്മയുടെ ഓർമ്മ മറ്റെവിടെങ്കിലും ആണെങ്കിൽ സ്വാതിയുടെ ഓർമ്മ വരും. തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വെറുതെ ഇരിക്കും. ആൻ ഐഡിയൽ മൈൻഡ് ഈസ് ഡബിൾസ് വർഷം. രവിക്ക് ഹണ്ടിങ് ഇഷ്ടമല്ലേ? അങ്ങനെ എവിടെങ്കിലും? അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ചന്ദ്രഗിരി. തനിക്ക് എങ്ങനെ ചന്ദ്രഗിരിയെ പറ്റി അറിയാം? നമ്മുടെ മണിയുടെ നാടാ. അവൻ 1000 നാവ് ആ സ്ഥലത്തെ പറ്റി പറയുന്നു. വെരി ഗുഡ്. ഇറ്റ്സ് എ നൈസ് റിമോട്ട് വില്ലേജ്. എന്റെ കുട്ടിക്കാലത്ത് വെക്കേഷന് ഞങ്ങൾ അവിടെ ഒരു ഗവർണറുടെ വീട്ടിൽ പോയി താമസിക്കായിരുന്നു. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഗവർണറുടെ വീട്ടിൽ താമസിക്കാൻ ശരിയാക്കാം. അതിപ്പോ പൂട്ടിക്കിടക്കുക. എന്തു പറയുന്നു? ആയിക്കോട്ടെ. ഗോപി, എനിക്ക് ലീവ് കിട്ടിടാ. പോടാ പോടാ പോടാ, കേറി പോടാ. സോറി, ഞാൻ പേപ്പർ. സാർ, കുമാർ സാർ, ഏത് കമ്പനിയാ ഇവൻ? സാർ, ആക്ച്വലി ഇവൻ ബ്രേവോ കമ്പനിയാണ് സാർ. പക്ഷെ നൗഡേസ് കേണൽ രവിയുടെ സേവകരാണ്. ബ്രിഗേഡിയറോട് ഒരു വാക്കുപോലും പറയാതെ ഞാൻ സണ്ണിച്ചാനെ ചാർജ് ഏൽപ്പിച്ചു പോയാൽ അദ്ദേഹത്തിനോട് ഞാൻ തോന്നുന്നു. നോ, മിസ്റ്റർ ഫെർണാണ്ടസ് ആളൊരു നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും. എന്നാലും അതിന്റെ പേരിൽ തന്നോട് വൈരാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താൻ ധൈര്യമായിട്ട് പൊക്കോ. ഞാൻ ബാംഗ്ലൂർ കോൺടാക്ട് ചെയ്തു. ഗോവിന്ദന്റെ വീട്ടിൽ ഇപ്പോൾ ആള് താമസിച്ചില്ല. വീട് വൃത്തിയാക്കി താക്കോൽ ഏൽപ്പിക്കാൻ ഒരു ഗോവിന്ദനാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അയാൾ സ്റ്റേഷനിൽ വന്ന് നിങ്ങളെ കൂട്ടിക്കൊള്ളു. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അയാളോട് പറഞ്ഞാൽ മതി. ചെയ്തു. താങ്ക്സ്. സ്വാതി, come on, yeah, let's go. ബ്രിഗേഡിയറെയാണ് നീ അവമാനിച്ചിരിക്കുന്നത്. ഇഡിയറ്റ്. നീ എന്റെ ഓർഡറിലാണെന്ന് കൂടെ അറിയുമ്പോൾ അങ്ങനെ വേറെ ബലം തോന്നും. അല്ലെങ്കിൽ ആ കുഴപ്പത്തിലായിരിക്കും. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇനി നിനക്ക് ലീവ് തന്ന നാട്ടിലേക്ക് അയച്ചല്ല ശരിയാവില്ല. എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ സഹായം ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നിന്റെ ലീവ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകും. സാർ, ഞാൻ നോ മോർ ടോക്സ്. ഗെറ്റ് ഔട്ട്. ആർക്കാ വേണ്ടിയിട്ട് ഈ ചാക്കണക്കിന് വാരി കൊടുക്കുന്നേ? വാരി കൊടുക്കുന്ന നമ്മൾ 3 പേരെ പോലുള്ള അവകാശം അവക്കുണ്ട്. അത് പണ്ട് ദേവി ചേച്ചി ആച്ചമ്മ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പേ. പുറത്താക്കിയാലും പെങ്ങളല്ലാണ്ടാവൂടാ. ആങ്ങളമാരാണെന്ന വിചാരം ചേച്ചിക്കില്ലല്ലോ.
ഉണ്ടായിരുന്നെങ്കിൽ ആച്ചമ്മ നിശ്ചയിച്ച് വിവാഹത്തെ എതിർത്ത് ഇവനെ പോലെ ഒരുത്തന്റെ കൂടെ മകളെ കെട്ടിച്ചേക്കുമായിരുന്നോ? ഇനി ആ പഴയ പല്ലവി പാടണ്ട. അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്നെയും കുഞ്ഞുങ്ങളെയും സുഖമില്ലാത്ത എന്റെ കെട്ടിയനെയും തറവാടിന്റെ പടിക്ക് പുറത്താക്കിയില്ലേ? അദ്ദേഹത്തിന്റെ ശവം ആശുപത്രി വരാന്തയിൽ അനാഥമായി കിടന്നപ്പോഴും ശവം അടക്കാൻ എന്റെ മകൻ മണികണ്ഠൻ നാട് നീളെ തെണ്ടിയപ്പോഴും ഈ ആച്ചമ്മ ആങ്ങളമാരൊന്നും കണ്ടില്ലല്ലോ. കുടുംബമഹിമ നീ കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണ്ട. എന്താടി ഇത്ര പറയാനുള്ളത്? ഇറങ്ങടി കളത്തിന് പുറത്ത്. ഓണം കിട്ട് തെണ്ടാൻ വന്നതും പോരാ, ഇപ്പൊ നിന്ന് അഹങ്കാരം പറയുന്നു. തെണ്ടാൻ വന്നല്ല, വലിയേട്ടൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടുത്തെ അരിയും നെല്ലൊന്നും എനിക്ക് വേണ്ട. കൊമ്പത്തെ പ്രതാപം ഇല്ലെങ്കിലും 3 നേരം ഉണ്ടു കൊടുത്തും കഴിയാനുള്ള വക എനിക്കുണ്ട്. അത് മതി. വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. വിളിച്ചു വരുത്തി നാണം കടത്താനായിരുന്നു വലിയേട്ടന്റെ ഉദ്ദേശം. സമാധാനം ആയല്ലോ അല്ലേ? വാ മോളെ. വെക്കടാ അവിടെ, എടുത്തകത്ത് വയ്ക്കടാ. അമ്പേ തിന്നാൻ മാത്രം ഒരു പത്തായം. എടാ മേല ഞാൻ അറിയാതെ 1 മണി നെല്ലോ കാശോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിന്നെയാവും ഞാൻ അടിച്ചിറക്കുക. ആ അയ്യപ്പ, ഇന്ന് മൃഗഡാക്ടർ വരുന്ന ദിവസമാണ്. രാമൻകുട്ടിയോട് പറഞ്ഞ് നമ്മുടെ മണിക്കാളെ ഒന്ന് കൊണ്ടുപോയി എന്റെ തരി ഒന്ന് ഉടപ്പിക്കണം. അല്ലാണ്ട് അതിനെ പണിക്ക് കൊള്ളുകയില്ലാന്നോ? അല്ല, അവളെവിടെ? ആ മീനാക്ഷി. കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. വണ്ടി ഇത് ലേറ്റാ. ആ പറ്റിയത് ഇതാ പിടി. സൂക്ഷിച്ചു പിടിക്കണേ. ആ നടന്നോ. എത്തിയോ? പഞ്ചായത്ത് പ്രസിഡന്റ് GK മേനോൻ. ആളെ കണ്ടാൽ പരമയോഗ്യൻ. നിങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡല്ലേ? ഒരാഴ്ച ഇന്ന് വരും നാളെ വരും പറഞ്ഞ് കാത്തിരിക്കുന്നു. മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ ഒരു വില വേണം. ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ. ഞാൻ വിചാരിച്ചതിന് ജോലി തീർപ്പിക്കാൻ പറ്റും. അറിയോ? ഞാൻ ആരാണെന്ന് വിചാരിച്ചാ തനി കിടന്ന് ചാടുന്നേ? താൻ വെറുതെ ആടിനും പാണ്ടും ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ? ഗമ കണ്ടാ തോന്നും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടറോ? നോക്കി ഇന്ന് സമയം കളയണ്ട. പെട്ടിയും കൊട്ടൊക്കെ എടുത്തു വെച്ച് പണി തുടങ്ങാം. ആദ്യം തരി ഉടക്കാനുള്ള എന്റെ ഒക്കെ തരി ഉടച്ച് പണിയെടുപ്പിക്കാറാക്കുക. പിന്നെ ചവിട്ടിക്കാൻ ഒരു കാളെ ഒരു. നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? പശുവിന് ഗർഭം ഉണ്ടാക്കാനും തരി കൊടുക്കാനുള്ള ആളാ അദ്ദേഹം? മൃഗഡോക്ടറല്ലേ? മൃഗഡോക്ടറല്ല, മിലിറ്ററി ഓഫീസറാ. പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നെ? ആള് വന്ന് വിളിച്ചപ്പോ ഇങ്ങോട്ട് പോന്നു. വിളിച്ചപ്പോ പറയണ്ടേ? ഞാൻ ഇയാൾ ഗോവിന്ദനായരാന്നാ വിചാരിച്ചത്. എടോ, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെ കൊണ്ടൊരു വഴിക്കിറങ്ങി എന്നെ വേണം തല്ലാൻ. മരം കോടനാ താൻ. കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ കയറെടുക്കുന്ന പോത്തക്കോടൻ. ഞാൻ എന്ത് ചെയ്തു? വല്ലവന്റെ നില പെട്ടിയെടുത്ത് വെച്ച് കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. എടോ, വായി നോക്കി നിൽക്കാതെ ആരോടെങ്കിലും ഒന്ന് വാതറൊന്ന് ചോദിക്കടോ, ഈ മുടിഞ്ഞ കൗണ്ടറുടെ വീട് എവിടെയാണെന്ന്. വല്ലാത്തൊരു ചുറ്റലായിപ്പോയി. പട്ടാളത്തിൽ നിന്ന് ഒരു കേണൽ വരുന്നെന്നും പറഞ്ഞ് കാലത്ത് മുതൽ കാത്തു നിൽക്കുക സ്റ്റേഷനില് വെറുതെ. എന്നിട്ട് അയാൾ വന്നില്ല. എവിടെ? അങ്ങേരിനി വേറെ വല്ല വഴിക്കെങ്ങാനും വരുന്നുണ്ടോ ആവോ? അടുത്ത വണ്ടി ഇനി 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതുവരെ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. അങ്ങേരെങ്ങാനും വന്നാൽ ഈ താക്കോൽ അങ്ങ് കൊടുത്തേക്ക്. വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഗോവിന്ദനായരെ, നിങ്ങളുടെ പട്ടാളം വന്നില്ലേ? ഇല്ല, ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. താക്കോല് ഇവിടെ തന്നിട്ടുണ്ട്. ഇന്ന് തന്നെ തിരിച്ചെത്തണമെന്നും പറഞ്ഞാ എന്നെ വിട്ടത്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഗൗഡർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. കാര്യമായിട്ടൊന്ന് നോക്കിക്കോണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം. നായർ ധൈര്യമായിട്ട് പൊക്കോളൂ. പുറകുവശത്ത് മുഴുവൻ പൂട്ടിട്ടിരിക്കുക. പട മേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തം കൊളത്തി പട. പടയല്ല, പെടയാണ്. നല്ല പെടയാണെന്ന് എനിക്ക് വെച്ചു തരേണ്ടത്. താനാണ് ഇതിനൊക്കത്തിനും കാരണം. എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. തിരിച്ചു പോകാനാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞേ വണ്ടി ഉള്ളൂ. തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാ? എന്നാ പിന്നെ ഇരിക്കുക. ഉമ്മർത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട്. ഏത് അശ്വേരത്തിനാ കണി കണ്ട് ഇറങ്ങി പുറപ്പെട്ടെന്ന് ആർക്കറിയാം? നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്നത്? ഈ താക്കോൽ ഇവിടെ തരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? എന്റെ അച്ഛൻ. നിന്റെ അച്ഛനെന്താ കുരുടനാണോ? ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആൾ കണ്ടില്ലേ? എവിടെയാള്? അച്ഛൻ പാടത്ത് പമ്പ് സെറ്റ് നന്നാക്കാൻ പോയിരിക്കുക. അത്തരം ജോലി തിരക്കുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. മനുഷ്യനെ ചുറ്റിക്കാൻ. സ്റ്റേഷനിൽ കാണാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കായിരുന്ന ആള്?
അയാൾ എന്താ പറഞ്ഞത്? ചെച്ചത്ര അയാൾ കാണിച്ചതെന്ന്. എടോ വാതില് തുറക്കടോ. ഓ ഇനി എന്റെ മുമ്പിനെങ്ങാനും വന്ന് വിട്ടാ തെറി കൊണ്ട് ഞാൻ അയാൾ അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞേക്ക് നിന്റെ അച്ഛനോട്.